السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله والصلاة والسلام على رسول الله وعلى آله وصحبه أجمعين، أما بعد. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. ഏറെ സ്നേഹം നിറഞ്ഞ സത്യവിശ്വാസികളെ, സഹോദരങ്ങളെ, അള്ളാഹുവിനെ സൂക്ഷിച്ചുകൊണ്ട് അവന് വഴിപ്പെട്ടുകൊണ്ട് ജീവിതത്തെ ക്രമീകരിക്കണമേ എന്ന് സ്വന്തത്തെ മറക്കാതെ ഉപദേശിക്കുന്നു, ഗൗരവപൂർവം വസിയ്യത്ത് ചെയ്യുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കെല്ലാവർക്കും അതിന് തൗഫീഖ് നൽകി നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. പരിശുദ്ധമായ റമദാനിൻ്റെ അവസാനത്തെ 10 പ്രവേശിച്ചിരിക്കുന്ന നമ്മെ സംബന്ധിച്ചിടത്തോളം ഇനിയുള്ള ദിവസങ്ങൾ വളരെ വിരളമാണ്. അള്ളാഹുവിലേക്ക് കൂടുതൽ അടുക്കുവാനും അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ കൽപ്പനാ നിർദ്ദേശങ്ങളെ ജീവിതത്തിൽ കൊണ്ടുവരാനും നമുക്ക് സാധ്യമാകേണ്ടതുണ്ട്. പലപ്പോഴും അതിന് എതിരായി വരാറുള്ളത് ഈ ദുനിയാവിൻ്റെ നശ്വരമായ ചില കാര്യങ്ങളാണ്. നമസ്കാരം എന്താണ് വൈകിയത്? കാരണം ദുനിയാവിലെ തിരക്കാണ്. എന്തുകൊണ്ടാണ് ദഅവത്തിൻ്റെ മേഖലകളിൽ സജീവമാകാൻ കഴിയാത്തത്? ദുനിയാവിലെ തിരക്കാണ്. എന്നാൽ പ്രിയപ്പെട്ടവരെ, മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ ദുനിയാവിനെ കൃത്യമായി കൊണ്ട് നമുക്ക് പരിചയപ്പെടുത്തി തന്നിട്ടുണ്ട്. അബ്ദുല്ലാഹ് ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു നിവേദനം ചെയ്യുന്ന ഒരു ഹദീസിൽ നമുക്ക് കാണുവാൻ കഴിയും, അഖദ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ബിമൻകിബൈ. പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ എൻ്റെ ഷോൾഡറിൽ ഇങ്ങനെ കൈവച്ചു. ഫഖാല, എന്നിട്ട് പഠിപ്പിച്ചു, കുൻ ഫിദ്ദുന്യ കഅന്നക ഗരീബുൻ ഔ ആബിറുസ് സബീൽ. ഈ ദുനിയാവിൽ നീ ആകേണ്ടത് ഒരു അപരിചിതനെ പോലെയാണ്. പരിചയമില്ലാത്ത ദുനിയാവിൻ്റെ നൈമിഷികതയും നിസ്സാരതയും ഒക്കെ ആലോചിച്ചു കൊണ്ട് കഴിയുന്ന ഒരാളെപ്പോലെ. ഔ ആബിറുസ് സബീൽ, അല്ലെങ്കിൽ ഒരു വഴിയാത്രക്കാരനെ പോലെയാണ് നീ ആകേണ്ടത് എന്നാണ്. ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു പറയുമായിരുന്നു, ഇദാ അംസൈത ഫലാ തൻതദിരിസ് സ്വബാഹ്. നീ വൈകുന്നേരത്തിൽ എത്തിക്കഴിഞ്ഞാൽ ഒരിക്കലും നീ പ്രഭാതത്തെ പ്രതീക്ഷിച്ചു പോകരുത്. നമ്മുടെയൊക്കെ ജീവിതം എന്ന് പറഞ്ഞാൽ ഒരു പക്ഷേ നമ്മളിപ്പോൾ ഇന്നത്തെ ദിവസം നമ്മൾ ഹയാത്തിലുണ്ടെങ്കിലും വരാനിരിക്കുന്ന 2-3 മാസങ്ങൾക്ക് ശേഷമുള്ള കാര്യങ്ങളായിരിക്കും ഒരു പക്ഷേ നമ്മൾ പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കുക. എന്നാൽ അദ്ദേഹം പറയുന്നത്, ഇദാ അംസൈത ഫലാ തൻതദിരിസ് സ്വബാഹ്. നീ വൈകുന്നേരത്തിൽ എത്തിക്കഴിഞ്ഞാൽ ഒരിക്കലും നീ പ്രഭാതത്തെ പ്രതീക്ഷിച്ചു പോകരുത്. വഇദാ അസ്ബഹത ഫലാ തൻതദിരിൽ മസാ. നീ പ്രഭാതത്തിൽ എത്തിക്കഴിഞ്ഞാൽ ഒരിക്കലും നീ പ്രദോഷത്തെയും നീ പ്രതീക്ഷിച്ചു പോകരുത്, വൈകുന്നേരത്തെയും നീ പ്രതീക്ഷിച്ചു പോകരുത്. അപ്പം അത്രയേറെ നൈമിഷികമാണ് ഈ ദുനിയാവിലെ ജീവിതം എന്നുള്ളതാണ്. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ ദുനിയാവിനെ കണ്ടത്, പ്രിയപ്പെട്ടവരെ, യാത്രയിൽ വിശ്രമിക്കുന്ന ഒരു സ്ഥലത്തെ പോലെയാണ്. ഒരല്പനേരത്തെ ഒരു വിശ്രമത്തിന് വേണ്ടി ഒന്നിരുന്ന് പിന്നെ യാത്ര തുടരും. അതുപോലെ അത്രയേറെ നൈമിഷികമായി കൊണ്ടാണ് അള്ളാഹുവിൻ്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ ദുനിയാവിനെ കണ്ടിട്ടുള്ളത് എന്നുള്ളതാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, അള്ളാഹിൻ്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒരുപാട് ഹദീസുകളിൽ ദുനിയാവിൻ്റെ നശ്വരതയെ നമുക്ക് കാണുവാൻ കഴിയും.
ആ ദുനിയാവിൻ്റെ നശ്വരതയെ മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ സ്വഹാബത്തിന് പഠിപ്പിച്ചു കൊടുത്തിട്ടുണ്ട്. പരിശുദ്ധ ഖുർആനിൽ എത്ര തവണയാണ്, എത്ര അധ്യായങ്ങളിലാണ് ഈ ദുനിയാവ് എന്നുള്ളത് ലഹുവും ലഅബുമാണെന്ന് പറഞ്ഞത്. അതൊരു കളിയും വിനോദവും മാത്രമാണ് എന്നാണ്. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ ഒരു ഹദീസിലൂടെ ഇപ്രകാരം പഠിപ്പിക്കുമ്പോൾ നമ്മെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് പാഠങ്ങൾ നമ്മൾ ഉൾക്കൊള്ളേണ്ടതുണ്ട്. ഒന്ന്, ദുനിയാവ് നശ്വരമാണ് എന്ന ഒരു ചിന്തയാണ് വിശ്വാസിക്കുണ്ടാകേണ്ടത്. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരു ഈന്തപ്പനക്കട്ടിൽ കിടന്നപ്പോൾ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുതുകത്ത് അതിൻ്റെ പാട് കണ്ടപ്പോൾ സ്വഹാബത്ത് ചോദിച്ചില്ല, അല്ലാഹുവിൻ്റെ റസൂലേ, അങ്ങക്ക് ഞങ്ങൾ കിടക്കാൻ വളരെ നൈർമല്യമായ ഒരു മെത്ത ഞങ്ങൾ സംഘടിപ്പിച്ചു തരട്ടെ? അല്ലാഹുവിൻ്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചത് മാ ലി വലി ദുനിയ, ഞാനും ഈ ദുനിയാവും തമ്മിൽ എന്ത് ബന്ധമാണ് ഉള്ളത് എന്നുള്ളതാണ്. പ്രിയപ്പെട്ടവരെ, ഈ ഒരു രൂപത്തിലുള്ള ചിന്ത നമ്മുടെ ജീവിതത്തിൽ എപ്പോഴെങ്കിലും കടന്നു വന്നിട്ടുണ്ടോ? ഈ രൂപത്തിലേക്ക് നമുക്ക് ആലോചിക്കുവാനോ ചിന്തിക്കുവാനോ നമുക്ക് സാധ്യമായിട്ടുണ്ടോ? ഇല്ലെങ്കിൽ നമുക്ക് സാധ്യമാകേണ്ടതുണ്ട്. വൽ ആഖിറത്തു ഖൈറും വ അബ്ഖാ, എന്നെന്നും അവശേഷിക്കുന്നത് ആ പരലോകമാണ്. ഈ ഒരു ചിന്ത നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട് നമ്മൾ കൊണ്ടുവന്നാൽ നമ്മുടെ നമസ്കാരം ക്ലിയറാകും, നമ്മുടെ മറ്റുള്ള പ്രവർത്തനങ്ങൾ ക്ലിയറാകും. എല്ലാ കർമ്മങ്ങളിലേക്കും നമുക്ക് വളരെ മുമ്പന്തിയോടുകൂടി ചെല്ലാൻ നമുക്ക് സാധ്യമാകും. അള്ളാഹുവിലേക്ക് കൂടുതൽ അടുക്കുവാൻ നമ്മൾ ഓരോരുത്തരും ശ്രമിക്കുക. അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്കെല്ലാവർക്കും അതിന് തൗഫീക്ക് നൽകി നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മിൽ നിന്ന് വന്നുപോയ ഒരുപാട് തെറ്റുകുറ്റങ്ങളുണ്ട്. അള്ളാഹു സുബ്ഹാനഹു വ തആല അതെല്ലാം നമുക്ക് പുറത്തു മാപ്പാക്കി തരുമാറാകട്ടെ. നോമ്പുകാരൻ പ്രവേശിക്കുന്ന ബാബ് റയ്യാൻ എന്ന കവാടത്തിലൂടെ പ്രവേശിക്കുവാൻ ഭാഗ്യമാകുന്ന യഥാർത്ഥ നോമ്പുകാരിൽ അള്ളാഹു നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. ഈ ദിവസങ്ങളിൽ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന എല്ലാ കർമ്മങ്ങളും പരിപൂർണമായ ഇഖ്ലാസോടുകൂടി അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മിൽ നിന്ന് സ്വീകരിക്കുമാറാകട്ടെ. മരണപ്പെട്ടു പോയ നമ്മുടെ മാതാപിതാക്കൾ, കുടുംബക്കാർ, ഇൽമു പറഞ്ഞു തന്ന ഉസ്താദുമാർ എല്ലാവരുടെയും ഖബറിടം അള്ളാഹു സുബ്ഹാനഹു വ തആല വിശാലമാക്കി കൊടുക്കുമാറാകട്ടെ. പ്രയാസങ്ങൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ഒരുപാട് ആളുകൾ നമ്മുടെയൊക്കെ കൂട്ടത്തിലുണ്ട്. അള്ളാഹു സുബ്ഹാനഹു വ തആല ശാന്തിയും സമാധാനവുമുള്ള ജീവിതം പ്രദാനം ചെയ്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. റബ്ബനാ ആതിനാ ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനത വഖിനാ അദാബന്നാർ. ആമീൻ ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.